ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1,1 to 2,4 x plus y dx plus x minus y dy along the straight line from 1,1 to 2,1 and then to 2,4. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് കാണണം? 1,1 നിന്നും 2,4 ആണ് നമ്മൾ ലിമിറ്റ്. എക്സാമിന് ഇത് 1,1ൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ 1+i എന്ന് തരാം. 1+ ഒരു കോംപ്ലക്സ് നമ്പറിനെ a+ib എന്ന് പറയുന്നതും പെയറിൽ a, b ഇടുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 1+i to 2+4i എന്ന് കൂടെ തരാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിൽ നമുക്ക് 1,1 നിന്നും 2,4 പക്ഷേ എവിടെ പോകുന്നു? 1,1 നിന്നും 2,1 പോകുന്നു, പിന്നെ അതിന് ശേഷം എവിടെ പോകുന്നു? 2,4 പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫിഗർ വളരെ പ്രധാനമാണ്. നമ്മൾ ഫിഗർ ഫസ്റ്റ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? സോ തന്നിരിക്കുന്ന പ്രോബ്ലം സോ എന്താ? 1,1 to 2,4 x plus y dx plus x minus y dy. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഫിഗർ ഒന്ന് വരയ്ക്കാം. കാര്യം ഫിഗർ വരച്ചാലേ നമുക്ക് ഈ പ്രോബ്ലം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫിഗർ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫിഗറാണ്. സോ ഫിഗറിൽ നമുക്ക് 1,1 മാർക്ക് ചെയ്യാം. ഇത് ഒറിജിനാണ്. 1, എക്സിൽ 1 വൈയിൽ 1 എടുക്കുമ്പോൾ ഇത് 1,1. സോ ഇതിന് ഈ പോയിൻ്റ് ഞാൻ എ എന്ന് എടുക്കുന്നു. ഈ പോയിൻ്റ് 1,1 എ. പിന്നെ അടുത്ത് 1, നിന്നും 2,1 പോകുന്നു. ഇത് 1, ഇത് 2. ഓക്കെ, സോ ഇത് നമ്മുടെ 2,1 ഞാൻ ബി എന്ന് എടുക്കുന്നു. ബി. പിന്നെ 2,1 നിന്ന് എവിടെ പോകുന്നു? 2,4 പോകുന്നു. ഇത് അതിന് ഞാൻ സി എന്ന് എടുക്കുന്നു. സിയുടെ വേല് എന്ന് പറയുന്നത് 2,4. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എവിടെ പോകുന്നു? എയിൽ നിന്നും ബിന്ന് പോവുകയാണ്. എന്താണ്? 1,1 നിന്നും 2,1 പോവുകയാണ്. പിന്നെ 2,1 നിന്നും 2,4 ഈ ഏരിയ വരെ പോകുന്നു. സോ ഇങ്ങനെ പോകുന്ന ലൈനാണ്. ഓക്കെ, സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എക്സാമിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ ഒത്തിരി ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ഒത്തിരി എളുപ്പവും കൂടുതലാണ്. ഓക്കെ, സോ എങ്ങനെയെന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് പ്രോബ്ലത്തിന് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ എങ്ങനെ? സോ ഇത് നമ്മുടെ എക്സ് ആക്സിസ്, അതുപോലെ വൈ ആക്സിസ്. ഇത് റിയൽ ആക്സിസ്, ഇത് ഇമേജിനറി ആക്സിസ്. നിങ്ങൾ അറിയുന്നതാണ് ഒറിജിൻ. സോ ആ പോയിൻ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1,1 2,1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2,4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫസ്റ്റിലെ അലാങ് എ ബിയിൽ പോകുന്നു, പിന്നെ അലാങ് ബി സിയിൽ പോകുന്നു. സോ അപ്പോൾ നമ്മുടെ പ്രോബ്ലം വരുന്നത് സോ ദെയർഫോർ ഫിഗർ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ദെയർഫോർ 1,1 to 2,4 x plus y dx plus x minus y dy equal to integral over ab x plus y dx plus x minus y dy along ab യിൽ പോകുന്നു, പ്ലസ് ഇൻ്റഗ്രൽ അലാങ് ബി സി. ഇൻ്റഗ്രൽ അലാങ് ബി സി, എ ബി പോയിട്ട് പിന്നെ ബി സി ഓഫ് എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഡി വൈ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക. ഇപ്പോൾ അലാങ് എ ബിയിലും ബി സിയിലും അതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. ഓക്കെ, കുറച്ച് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അലാങ് എ ബി. അലാങ് എ ബിയിലുള്ള ചേഞ്ച് എന്നാണ്. അലാങ് എ ബിയിൽ ക്ലിയർ ആയി നോക്കട. അലാങ് എ ബിയിൽ എക്സിൻ്റെ വേരിയേഷൻ 1 നിന്നും 2 ആണ്. എക്സ് വേരിയേഷൻ ആകുന്നുണ്ട്. എക്സ് വേരിയേഷൻ ആകുമ്പോൾ അത് വേരിയബിളാണ്. പക്ഷേ വൈൻ്റെ വേരിയേഷൻ എന്താണ്? 1 നിന്നും 1 തന്നെയാണ്. അപ്പോൾ വൈ വേരിയേഷൻ ആകുന്നില്ല. അപ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. വേരിയേഷൻ ഇല്ലാത്ത ടൈമിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി ഇവിടെ? അലാങ് എ ബിയിൽ y ഈക്വൽ ടു 1 ആൻഡ്
x varies from 1 to 2 ആണ് നമുക്ക് വേരിയേഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പ്രാവണത്തിൽ നമുക്ക് ഇവിടെ ഡി വൈ വരുന്നുണ്ട്. ഡി വൈ വരുന്നത് കൊണ്ട് നമുക്ക് ഡി വൈ വരുന്ന പ്ലേസിലൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെയൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിനെ എക്സ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം, കാര്യം എക്സ് എന്നാണ് വേരിയബിളാണ്. പക്ഷേ ഡി വൈ നമുക്ക് കാണേണ്ടി വരും. സോ y ഈക്വൽ ടു 1 ആകുമ്പോൾ y ഈക്വൽ ടു 1 ഇംപ്ലൈസ് ഡി വൈ കാണുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ അങ്ങനെ ഡി വൈ ഈക്വൽ ടു 0 അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദെയർഫോർ ഇൻ്റഗ്രൽ അലോങ് എ ബി എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് 0 ആണ്. എന്തുകൊണ്ട് 0 വരാൻ കാരണം ഡി വൈയുടെ വാല്യൂ കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് ഈ ടേം പോകും. സോ ബാക്കി എന്ത് കിട്ടുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ. സോ അതിൻ്റെ എക്സിൻ്റെ വേരിയേഷൻ ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ വേരിയേഷൻ 1 to 2 ആണ്. എക്സിൻ്റെ വേരിയേഷൻ 1 to 2. സോ അപ്പോൾ നമുക്ക് എന്താവും, നമുക്ക് ഇവിടെ വരുമ്പോൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് മാത്രമാണ്. സോ എക്സിൻ്റെ വേരിയേഷൻ 1 to 2 ആണ്. ഓക്കെ, സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റൻ്റ് ഇൻറ്റഗ്രേഷൻ ആ കോൺസ്റ്റൻ്റ് കൂടെ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1നെ വിത്ത് റെസ്പെക്ട് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 കോൺസ്റ്റൻ്റ് ആണ്, 1 ഇൻറ്റു എക്സ് എന്നാവും എക്സ് ആണ്. അതിൻ്റെ ലിമിറ്റ് എന്താണ് 1 to 2. ഇപ്പോൾ നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 2 ഇടുമ്പോൾ 2 സ്ക്വയർ എന്നാവും. 2 സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്. 4/2യുടെ വാല്യൂ 2. സോ അങ്ങനെ എന്താവും 2 പ്ലസ് അടുത്ത നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഇത് 4/2യുടെ വാല്യൂ 2 ആണ്. ഇവിടെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 + 2 പിന്നെ മൈനസ് നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ എന്താവും 1 സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1/2 പ്ലസ് എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ആണ്. സോ 1/2 + 1 ആകുമ്പോൾ 2 ഇവിടെ പോകും. 2 ഇവിടെ പോകുമ്പോൾ എന്താവും 3 ആകും. അങ്ങനെ എന്ത് കിട്ടും, നമുക്ക് 3/2 എന്ന് കിട്ടും. 1/2 + 1 = 3/2 ആണ്. ഓക്കെ, ഈക്വൽ ടു എന്താ വരും 4 - 3/2 ആണ്. 4 - 3/2 ഇത് 8 എന്നാകും. 8 - 5യുടെ വാല്യൂ 3 ആണ്. സോ അങ്ങനെ ആൻസർ നമുക്ക് കിട്ടുന്ന വാല്യൂ, സോ 8 - 3യുടെ വാല്യൂ 5 ആണ്. സോ അങ്ങനെ ആൻസർ നമുക്ക് എന്താണ് 5/2 ആണ് കിട്ടുന്നത്. സോ ഇത് ഇക്വേഷൻ നമ്പർ നമുക്ക് 2 എന്നെടുക്കാം, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ അലോങ് എ ബിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ 8/8 - 3 വളരെ ക്ലിയർ ആണ്. ഇത് 4 ആണ്. ഇത് നമുക്ക് 2 + 1 3, 3/8 മൈനസ് വരുന്നത് -3/2. ഇത് 8 - 3 ആകുമ്പോൾ 5/2. അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കാണണം, അലോങ് ബി സിയിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ കാണണം. ഓക്കെ, എന്തായാലും ഈ ആൻസറിന് ഞാൻ ഒന്ന് എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വയ്ക്കാം. ഏതാണ് നമ്മൾക്ക് ആൻസർ, അലോങ് എ ബിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ 5/2 ആണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. എ ബിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ 5/2 ആണ്. ഓക്കെ, ഇപ്പോൾ അലോങ് ബി സിയിലേക്ക് നോക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ ആവശ്യം പോലെ സ്റ്റിൽ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുക കേട്ടോ. സോ അലോങ് ബി സി, അലോങ് ബി സി, അലോങ് ബി സിയിലുള്ള ചേഞ്ചുകൾ എന്താണെന്ന് നോക്കടാ. അലോങ് ബി സിയിൽ എക്സിൻ്റെ വേരിയേഷൻ 2 നിന്നും 2 തന്നെ പോകണം. 2 നിന്നും 2 പോകുമ്പോൾ എക്സിന് വേരിയേഷൻ ആകുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2. പക്ഷേ വൈ ടേം നോക്കുകയാണെങ്കിൽ 1 നിന്നും 4 പോവുകയാണ്. അപ്പോൾ ഏതാണ് വേരിയേഷൻ ആകുന്നത്, വൈ വേരിയേഷൻ ആകുന്നത്. വേരിയേഷൻ ആകുന്ന ടേമിനാണ് നമുക്ക് എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ വേരിയബിളാണ്. വൈ വേരീസ് ഫ്രം 1 to 1 അല്ല, എവിടെ വൈയുടെ വേരിയേഷൻ അതെ 1 to 4 ആണ്. വൈ വേരീസ് ഫ്രം 1 to 4. അപ്പോൾ എന്ത് ചെയ്യണം, എക്സ് വരുന്ന പ്ലേസിലൊക്കെ 2 ഇടണം. ഇവിടെ ഡി എക്സ് കിടക്കുന്നുണ്ട്. സോ അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇംപ്ലൈസ് ഡി എക്സ് ഈക്വൽ ടു 2നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡി എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ പോകാം. ദെർഫോർ നമുക്ക് സെക്കൻഡ് അലോങ് ബി സി ഏതാണ് നമ്മൾ സെക്കൻഡ് അലോങ് ബി സി എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സിൻ്റെ വാല്യൂ കംപ്ലീറ്റ് 0 ആണ്. 0 പ്ലസ്
എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 മൈനസ് വൈ വേരിയബിളാണ്, അങ്ങനെ കീപ്പ് ചെയ്യണം. 2 മൈനസ് വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ, വളരെ ക്ലിയർ ആണ്. നമ്മൾ എക്സിന് ഇത് ഡി എക്സ് 0 ആയതുകൊണ്ട് ഈ ടേം പോവും. 2 മൈനസ് വൈ ഡി വൈ ആണ്. സോ ഈക്വൽ ടു എന്താവും? ഇതിൻ്റെ വൈൻ്റെ വേരിയേഷൻ 1 to 4 ആണ് തന്നിട്ടുണ്ടല്ലോ. വൈൻ്റെ വേരിയേഷൻ 1 to 4 ഇട്ടു. ഓക്കെ, സോ അപ്പോൾ ബാക്കി എന്താവും? ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 1 to 4 2 മൈനസ് വൈ ഇൻറ്റു ഡി വൈ. വിത്ത് റെസ്പെക്ട് ടു വൈക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 2 കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും അതിൻ്റെ വാല്യൂ? 2y മൈനസ് വൈയുടെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം y²/2. ലിമിറ്റ് എന്താണ്? 1 to 4 ആണ്. ഓക്കെ, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? 2 into 4 എന്നാവും. ദാറ്റ് ഈസ് 2 into 4 8 മൈനസ് ഇവിടെ എന്താവും? 4 സ്ക്വയറിൻ്റെ വാല്യൂ 16/2 ആകുമ്പോൾ 8. അപ്പോൾ 8 മൈനസ് 8 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് 1/2 ആണ്. ഓക്കെ, 2 into 1 2 മൈനസ് 1/2 1/2. സോ ഈ ടേം കംപ്ലീറ്റ് പോവും. ദാറ്റ് ഈസ് മൈനസ് ഇവിടെ 2 വരുമ്പോൾ എന്താണ്? 3 ആണ്. 3 മൈനസ് 1 ഇവിടെ 2 വരുമ്പോൾ 4 ആണ് അല്ലേ? 4 മൈനസ് 1 3. അപ്പോൾ എന്ത് വരുന്നത്? 3/2 വരുന്നു ഈ വാല്യൂ. പക്ഷേ ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് മൈനസ് 3/2. ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയത് 5/2 ആണ്. സെക്കൻഡ് നമുക്ക് കിട്ടിയത് 4 മൈനസ് 1/2. ഒന്ന് ചെക്ക് ചെയ്യാം. 2യുടെ ഇൻറ്റഗ്രേഷൻ 2y മൈനസ് വൈയുടെ ഇൻറ്റഗ്രേഷൻ y²/2. അപ്പർ ലിമിറ്റ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 into 4 8 മൈനസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് 16/2 8. പിന്നെ മൈനസ് 2 into 1 ദാറ്റ് ഈസ് 2 മൈനസ് 1/2. ഓക്കെ, ഇത് ഈ ടേം 0 ആവും. ഇതിൻ്റെ വാല്യൂ 3/2 മൈനസ് 1 -3/2. ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടിയ വാല്യൂ, എ ബിയിൽ കിട്ടിയ വാല്യൂ ബി സിയിൽ കിട്ടിയ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ആൻസർ. ദെയർഫോർ നമുക്ക് എന്തെടുക്കാം? സോ അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. അപ്പോൾ ഈ ഫിഗർ ജസ്റ്റ് മായ്ക്കുകയാണ് ഞാൻ. അപ്പോൾ എന്താവും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 and 3 in ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? 1, 1 2 2, 4 x plus y dx plus x minus y dy ഈക്വൽ ടു എന്താവും? x plus y dxൽ നമുക്ക് അലാങ് എ ബിയിൽ കിട്ടിയ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ട് 5/2 ആണ്. പിന്നെ പ്ലസ് അലാങ് ബി സിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ -3/2 ആണ്. സോ 2 LC എടുക്കുമ്പോൾ 2/2 എന്നാവും. 2/2യുടെ വാല്യൂ 1. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ നമുക്ക് കിട്ടിയ വാല്യൂ 1 ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ചെറിയ ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മൾ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിൽ ചെയ്തിട്ട് ക്ലിയർ ആകാൻ നോക്കുക എൻ്റെ മക്കളെ. 5/2 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 ആണ്. 5 - 3യുടെ വാല്യൂ 2 ആണ്. 2/2 = 1 ആണ്. അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിൽ ചെയ്യുക. സ്റ്റിൽ ചെയ്തിട്ട് ക്ലിയർ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഒന്നെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അത്രയും തീർത്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ 2,3 to 2,5 x² plus I into y dz along the straight line. 2,3 to 2,5. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു കാര്യം ക്ലിയറാണ് നോക്ക്. ഈ പ്രോബ്ലത്തിൽ ക്ലിയറാണ് നോക്കുമ്പോൾ എക്സ് വേരിയേഷൻ ആകുന്നുണ്ടാന്ന് നോക്ക്. എക്സിൻ്റെ വേരിയേഷൻ 2 നിന്നും 2 പോകുന്നത്. പക്ഷേ വൈ വേരിയേഷൻ ആകുന്നുണ്ട്. ഇവിടെ
3 to 4 ആണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് വരുമ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു 2 പോയിൻറ്റ്സ് വരുമ്പോൾ ആ 2 പോയിൻറ്റ്സിനെ വെച്ചുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് ഏതാണ് y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ആ ഇക്വേഷൻ ഫോം ചെയ്താൽ നിനക്ക് സെയിം തന്നെയാണ് കിട്ടും. സോ നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യം എക്സ് എന്ന് പറയുന്ന സംഭവം വേരിയേഷൻ ആകുന്നില്ല, y മാത്രമാണ് വേരിയേഷൻ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? സോ അതിൻ്റെ സൊല്യൂഷൻ്റെ ഫസ്റ്റിലെ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ ഫസ്റ്റിലെ പോയിൻ്റ് മാർക്ക് ചെയ്യാം. 2,3 ഇത് 2 എടുക്കാം, ഇവിടെ 3 എടുക്കാം. സോ 2,3 ഇത് നമുക്ക് ഇത് ഒറിജിൻ, ഇത് എ 2,3. പിന്നെ 2,5 ആകുമ്പോൾ ഇവിടെ വരെ പോകും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് എടുക്കാം, ഇത് 1ഉം ഇത് 2 എന്ന് എടുക്കാം. സോ ഇത് എ എന്ന് പറയുന്നത് 2,3. അടുത്ത് y വേരിയേഷൻ ആകുന്നുണ്ട് 2,5. സോ ഇത് ബി 2,5. സോ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്ന ലൈനാണ്. ഇവിടെ ഈ പോയിന്റിൽ നേരത്തുള്ള പ്രോബ്ലം ആലോചിച്ച് നോക്ക്. ഇവിടെ നമുക്ക് ഇതാണ് കോൺസ്റ്റൻറ്റ്, എക്സ് വേരിയേഷൻ ആകുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. y വേരിയേഷൻ ആകുന്നുണ്ട്, വൈൻ്റെ വേരിയേഷൻ ഇവിടെ നിന്ന് എന്താണ് 3 to 5 ആണ്. കുറച്ചുകൂടെ നീ പ്രോബ്ലം തരുമ്പോൾ ഇക്വേഷൻ ഫോം ചെയ്ത് പോകുമ്പോൾ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിൽ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, മനസ്സിലായി കാണും നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായത് ഇത് രണ്ടിലും ഒന്ന് വേരിയേഷൻ ആകുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈനിൽ പോയത്. സോ ഓക്കെ, ഇത് നമ്മുടെ റിയൽ ആക്സിസ് എക്സും നമ്മുടെ ഇമേജിനറി ആക്സിസ് വൈയും. നമ്മുടെ പ്രോബ്ലം ചേഞ്ച് ആകുന്ന എന്താണ്? ദെയർഫോർ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ വന്നിരിക്കുന്നത് 2,3 to 2,5 ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് IY ഇൻറ്റു DZ ഈക്വൽ ടു ഇൻ്റഗ്രൽ അലോങ് AB എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് IY ഇൻറ്റു DZ ആയിട്ട് മാറി ഇക്വേഷൻ നമ്പർ 1. ഇപ്പോൾ നമുക്ക് ഓരോ വാല്യൂയും കാണണം. എക്സിന് പോലെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ കൊടുക്കാം. പക്ഷേ DZ ഉണ്ടല്ലോ, DZ കൂടെ നമ്മൾ നോക്കണ്ടേ? സോ അപ്പോൾ എന്താണ് Z ഈക്വൽ ടു നമുക്കറിയാം, വി നോ ദാറ്റ് Z ഈക്വൽ ടു എക്സ് പ്ലസ് IY. അപ്പോൾ DZ എന്തായിട്ട് മാറും? DX പ്ലസ് I ഇൻറ്റു DY ആയിട്ട് മാറും. സോ ഈ തന്നിരിക്കുന്ന അലോങ് എ ബിയിൽ ഉള്ള ചേഞ്ച് എന്താണ്? എക്സ് ഈക്വൽ ടു 2ഉം പിന്നെ y varies from 3 to 5 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇംപ്ലൈസ് DX ഈക്വൽ ടു വളരെ ക്ലിയർ ആണ് 0 ആണ്, കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേഷൻ 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ DZ ചേഞ്ച് ആകുന്നത് എങ്ങനെ ചേഞ്ച് ആവും? I ഇൻറ്റു DY ആയിട്ട് ചേഞ്ച് ആവും. അപ്പോൾ DZൻ്റെ പ്ലേസിൽ I ഇൻറ്റു DY എന്നിടാം. പിന്നെ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്തിനാണ്? നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ആ പ്രോബ്ലത്തിൽ ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ എന്താണ് 2,3 to 2,5 എക്സ് സ്ക്വയർ പ്ലസ് IY DZ ഈക്വൽ ടു എന്താവും? ഇൻ്റഗ്രൽ എക്സിൻ്റെ വാല്യൂ 2 ആണ്, 2 സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 4 പ്ലസ് IY വേരിയബിളാണ്, കീപ്പ് ചെയ്യണം. DZ ചേഞ്ച് ആകുന്നത് I ഇൻറ്റു DY ആണ്. സോ I ഇൻറ്റു DY. ഈ ഐനെ ഒന്നുകിൽ പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഐനെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യും, എന്ത് വേണമെങ്കിൽ ചെയ്യും. ഞാൻ ഐനെ പുറത്തെടുക്കണം. സോ ഐനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? നിങ്ങൾ സ്റ്റിൽ ചെയ്ത് ഒരു പ്രാവശ്യം നോക്ക് ഫിഗർ വരച്ച കാര്യങ്ങളെല്ലാം. ഓക്കെ, സോ നമുക്ക് ഐനെ പുറത്തെടുക്കുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രേഷൻ്റെ വേരിയേഷൻ എഴുതിയില്ലല്ലോ, 3 to 5 ആണ് നമുക്ക് ഒയിൻ്റെ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ എന്താവും? I ഇൻറ്റു 4 പ്ലസ് IY DY വേരിയേഷൻ 3 to 5. ഓക്കെ, ഈക്വൽ ടു I ഇൻറ്റു ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 4ൻ്റെ ഇൻ്റഗ്രേഷൻ 4Y പ്ലസ് I ഇൻറ്റു Y സ്ക്വയർ ബൈ 2 ലിമിറ്റ് 3 to 5. ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു അപ്പർ ലിമിറ്റ് നമുക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 into 5 20
plus I into y square. 4 into 5 20 plus y square ൻ്റെ value 25 by 2. The upper limit minus lower limit substitute ചെയ്യുമ്പോൾ 3 ആകുമ്പോൾ 3 into 4 12. പിന്നെ ഇവിടെ I കോമൺ ആണ്, I എല്ലാത്തിനും കോമൺ ആണ് 12. പിന്നെ പ്ലസ് I into 9 പ്ലസ് I into 9 by 2. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് ഐനുള്ള ബ്രാക്കറ്റാണ്. സോ 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് 5 ഇടുമ്പോൾ 20 പ്ലസ് I ഇൻറ്റു വൈ സ്ക്വയർ ആകുമ്പോൾ 25 by 2 മൈനസ് 3 ഇടുമ്പോൾ 3 ഇൻറ്റു 4 12 പ്ലസ് വൈ സ്ക്വയർ ആകുമ്പോൾ 9 by 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി I ഇൻറ്റു റിയൽ പാർട്ട് കളക്ട് ചെയ്യാം. റിയൽ പാർട്ട് ആകുമ്പോൾ 20 മൈനസ് 12. ഇവിടെ 20 ആണ്, ഇവിടെ 12 ആണ്, ആണെങ്കിൽ എഴുതാണെങ്കിൽ 20 മൈനസ് 12 റിയൽ പാർട്ട്. പിന്നെ പ്ലസ് I ഇൻറ്റു ഇമേജിനെ പറയുന്നതാണ് 25 by 2 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 9 by 2. എല്ലാത്തിനും കോമൺ ആയിട്ട് I പുറത്തുണ്ട്. സോ ബാക്കി എന്താ പറയുന്നത് I ഇൻറ്റു ഇവിടെ എന്താവും 20 നിന്നും 12 പോയാൽ 8 മൈനസ് പ്ലസ് I ഇൻറ്റു 25 നിന്ന് 9 പോയാൽ 25 നിന്ന് 9 പോയാൽ 16 ആണല്ലേ. 16 by 2 ആകുമ്പോൾ 8 ആണ്. ശരിയാണല്ലോ. 25 നിന്ന് 9 പോയാൽ 16 പ്ലസ് 9 ഈക്വൽ 25. അപ്പോൾ 16 by 2 ആകുമ്പോൾ 8. ഓക്കെ, ഇപ്പോൾ ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്താവും, ഇത് 8i ആവും, അത് -8 ആവും. ദറ്റ് ഈസ് ഈക്വൽ ടു 8i മൈനസ് 8. ഇത് നമ്മുടെ ആൻസറാണ്. ഓക്കെ, ഏതെങ്കിലും ഉണ്ടെന്ന് നോക്ക്. 4y y square by 2 അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 20 മൈനസ് 12 ൻ്റെ വാല്യൂ 8 ആണ്. പിന്നെ 25 by 2 മൈനസ് 9, 25 മൈനസ് 9 ആകുമ്പോൾ 16 by 2 ആകുമ്പോൾ 8 ആണ്. അങ്ങനെ 8 പ്ലസ് 8i, പുറകിലൊരു I ഉണ്ട്, ഐനെ ഓപ്പൺ ചെയ്യുമ്പോൾ 8i മൈനസ് I സ്ക്വയർ ആകുമ്പോൾ -1 8 ആണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. സോ ലാസ്റ്റായിട്ടുള്ള പ്രോബ്ലം നോക്കാം. അത് കുറച്ച് ചെറിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും. സോ ഇവാലുവേറ്റ് integral over C, real part of z dz, where ആ സിൻ്റെ പ്ലേസിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. എന്താ എടുക്കാൻ വേണമെങ്കിൽ 0,0 അല്ലെങ്കിൽ എന്ത് ഇരിക്കട്ടെ, 1,0,0 to 1,2. Okay, where C is a straight line, അല്ലെങ്കിൽ ഫ്രം അങ്ങനെ വേണ്ട, ഫ്രം സ്ട്രൈറ്റ് ലൈൻ വേണ്ട, ഫ്രം എവിടെ നിന്നും 0,0 to 1,2. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വളരെ ക്ലിയറായി നോക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ ക്ലിയറായി നോക്കണം. എന്താണ്, എക്സും വേരിയേഷൻ ആകുന്നുണ്ട്. എക്സിൻ്റെ വേരിയേഷൻ ഇവിടെ നിന്ന് എവിടെയാണ്, 0 മുതൽ 1 വരെയാണ്. വൈനും വേരിയേഷൻ ആകുന്നുണ്ട് 0 മുതൽ 2 വരെയാണ്. അപ്പോൾ ജസ്റ്റ് മുമ്പുള്ള പ്രോബ്ലത്തിലും ഈ പ്രോബ്ലത്തിലും ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ ചെയ്യുന്നത്. ജസ്റ്റ് മുമ്പുള്ള പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് എന്താണ്, എക്സ് വേരിയേഷൻ ആയില്ല, വൈ മാത്രമാണ് വേരിയേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ആ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പോയില്ല. ഇവിടെ എന്താണ്, എക്സും വേരിയേഷൻ ആകുന്നുണ്ട്, വൈയും വേരിയേഷൻ ആകുന്നുണ്ട്. എക്സും വേരിയേഷൻ ആകുമ്പോൾ വൈയും വേരിയേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 പോയിൻറ്റ്സ് ഇടയ്ക്കുള്ള ആ ലൈൻ ഇക്വേഷൻ കാണണം. നമുക്കിന്ന് നമ്മൾ ചെയ്ത മൂന്നാമത്തെ പ്രോബ്ലം പോലെ നമ്മളിവിടെ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഓക്കെ, ഫസ്റ്റിൽ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന റിയൽ പാർട്ട് ഓഫ് സോ ഇസെറ്റ് നമുക്ക് എന്തെന്ന് അറിയാം, ഇസെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. സോ ദിസ് ഇംപ്ലൈസ് നമ്മുടെ റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ് നമുക്കറിയാം. റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ് പറയുമ്പോൾ ഐ ഇല്ലാത്ത ടേം എന്ന് പറയുമ്പോൾ എക്സ് ആണ്. സോ റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ് ഈക്വൽസ്, അപ്പോൾ ഇൻ്റഗ്രൻ്റ് നമ്മുടെ ക്ലിയറായി നമ്മുടെ കയ്യിൽ എക്സ് ആണ്. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന റിലേഷൻ കാണാൻ വേണ്ടി തന്നിരിക്കുന്ന 0,0 to 1,2 ആണ്. Therefore the equation of the line from 0,0 to 1,2 is formula രണ്ടും വേരിയേഷൻ ആകുന്നുണ്ട് y minus y1 by
y2 minus y1 equal to x minus x1 by x2 minus x1. എന്ത് കിട്ടും? y minus y1ൻ്റെ വാല്യൂ 0 by y2യുടെ വാല്യൂ 2 minus 0 equal to x minus x1. x1ൻ്റെ വാല്യൂ 0 minus x2. x minus x2യുടെ വാല്യൂ 1 minus 0. സോ അങ്ങനെ എന്താവും? that is y by 2 equal to x. this implies y equal to 2x. അപ്പോൾ എവിടെയൊക്കെ y വരുന്നു അവിടെ നമുക്ക് 2x ഇടാം. പക്ഷേ ഇൻ്റഗ്രൻഡിൽ വൈൻ്റെ ടേം ഇല്ല, അവിടെ എക്സ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിടാം? എക്സ് ഇടാം. സപ്പോസ് ഈ പ്രോബ്ലത്തിൽ ഇമേജിനറി പാർട്ട് ഓഫ് ഇസെറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇവിടെ y വരും. അപ്പോൾ ആ വൈൻ്റെ പ്ലേസിൽ നമുക്ക് എന്തിടേണ്ടി വരും? 2x ഇടേണ്ടി വരും. പിന്നെ നമ്മുടെ ഡി ഇസെറ്റ് കാണാൻ വേണ്ടി ഇസെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇംപ്ലൈസ് ഡി ഇസെറ്റിൻ്റെ വാല്യൂ എന്താണ്? ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ. നമുക്ക് എല്ലാം ഒന്നുകിൽ എക്സിൽ കൊണ്ടുവരണം, വൈയിൽ കൊണ്ടുവരണം. ഞാൻ എക്സിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ ഡി വൈനെ ചേഞ്ച് ചെയ്യണം. സോ വൈ ഈക്വൽ ടു 2x ഇംപ്ലൈസ് ഡി വൈ ഈക്വൽ ടു 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ആണ്, 2 ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദെർഫോർ ഡി സെറ്റ് ഇസ് ഈക്വൽ എന്താവും? ഡി എക്സ് പ്ലസ് 2dx 2idx i ഇൻറ്റു 2dx. അവിടെ ഡി എക്സ് നമുക്ക് കോമൺ പുറത്തെടുക്കുമ്പോൾ ഡി സെറ്റിൻ്റെ വാല്യൂ 1 + 2i ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ നമുക്കറിയാം. എക്സിൻ്റെ ടേമിൽ കൊണ്ടുവരാണെങ്കിൽ 0 to 1 വൈൻ്റെ വേരിയേഷൻ കൊണ്ടുവരാണെങ്കിൽ 0 to 2 ആണ്. ഇവിടെ എക്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ക്ലിയർലി എക്സ് വേരീസ് ഫ്രം 0 to 1. ഓക്കെ, നമ്മുടെ കയ്യിലെല്ലാം ആയി. തന്നിരിക്കുന്ന പ്രോബ്ലം ഇതുവരെയുള്ള കാര്യം ക്ലിയറാണ്. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ പോകുന്നത്. തന്നിരിക്കുന്ന ഇക്വേഷൻ ഫോമായി റിയൽ പാർട്ട് ഓഫ് ഇസെറ്റിന് പകരം നമുക്ക് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഇസെറ്റിന് പകരം 1 + 2i ഇൻറ്റു ഡി എക്സ് ഇടാം. നമുക്കാണ് റിലേഷൻ കണ്ടെത്തിയത് y = 2x ആണ്. എക്സിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ therefore integral 0, 0 to 1, 2 are real part of z of dz equal to integral real part of z ആകുമ്പോൾ x ആണ്. പിന്നെ ഇവിടെ എന്താണ്? 1 + 2i dz വാല്യൂ ഇൻറ്റു ഡി എക്സ്. എക്സിൻ്റെ വേരിയേഷൻ എവിടെ നിന്ന് കിട്ടി? 0 to 1 ആണ്. ഇവിടെ നമുക്ക് 1 + 2i കോമൺ ആയിട്ട് പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. 1 + 2i ഇൻറ്റു integral 0 to 1 x into dx. So x that is 1 + 2i into x-ൻ്റെ ഇൻറ്റഗ്രേഷൻ നമുക്കറിയാം എന്താണ്? x²/2 ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 1 + 2i ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് 1/2 x. ഇവിടെ എന്താണ്? 0 to 1 അല്ലേ? 1/2 - 0. ലാസ്റ്റ് ആൻസർ എന്താണ്? ലാസ്റ്റ് ആൻസർ 1/2 ഇൻറ്റു കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ലാസ്റ്റ് ആൻസർ, so that is equal to 1/2 into 1 + 2i. അല്ലെങ്കിൽ 1/2 കൊണ്ടുവരാൻ എന്താവും? 1/2 + i എന്നാവും. ആണെങ്കിൽ ദറ്റ് ഈക്വൽ ടു 1/2 + i. 1/2 കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/2 + i. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. റിയൽ പാർട്ട് ഓഫ് ഇസെറ്റിൻ്റെ വാല്യൂ എക്സ്, ഡി ഇസെറ്റിൻ്റെ വാല്യൂ 1 + 2i ഇൻറ്റു ഡി എക്സ്. എക്സിൻ്റെ വേരിയേഷൻ 0 to 1. നമുക്ക് 1 + 2i പുറത്തെടുത്ത് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ x²/2. അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ 1/2, ലോവർ ലിമിറ്റ് ഇടുമ്പോൾ 0 ആണ്. 1/2 ഇൻറ്റു 1 + 2i. 1/2 നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ 1/2 എന്നാവും. 2 ക്യാൻസൽ ആകുമ്പോൾ i എന്നാവും. 1/2 + i. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ആൾറെഡി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത്രയും വാള്യം ഉണ്ടായിരിക്കില്ല. സോ അപ്പോൾ ഈ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വാള്യത്തോടെ ചേരും. ഇനിയുള്ള നമ്മൾ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി വാള്യത്തിൽ ഇതുപോലെ തരാൻ പറ്റും. നല്ല രീതിയിൽ മക്കളിത് നോക്കുക. ഓക്കെ, ശരി മക്കളെ. ഓക്കെ.